ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് ചന്ദ്രികയോട് ഓരോരോ സ്റ്റാഫുകളും പറയുകയാണ്. അതൊക്കെ കേട്ടിട്ട് അവൾക്ക് ആകെ തലക്കകത്ത് ഭ്രാന്ത് വരുന്നത് പോലെയാണ് തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് മനീഷിനെ മഹേഷ് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ കൈകളൊക്കെ കെട്ടിയിട്ടിട്ടാണുള്ളത്. അതുമാത്രമല്ല, കഴുത്തും ശരീരത്തിൻ്റെ മേലെ കൂടെ ഒക്കെ കെട്ടിയിട്ട് ഫുൾ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ട് ഒരു കസേരയോട് കെട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ആ സമയത്ത് മനീഷിന് ബോധം ഉണ്ടായിരുന്നില്ല. അവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മനീഷ് ഇങ്ങനെ മെല്ലെ കണ്ണ് തുറന്ന് ചുറ്റിലും നോക്കുവാണ്. എന്നിട്ട് അവനിങ്ങനെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഇവിടെ ഉണ്ടോ, പ്ലീസ് ഹെൽപ്പ് മീ. അയ്യോ ദൈവം, ഇതാരാണ് എൻ്റെ തലയ്ക്ക് വന്ന് അടിച്ചത് എന്നൊക്കെ അവനിങ്ങനെ ഒറ്റയ്ക്ക് പറയുകയാണ്. അവനാകെ ടയേർഡായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? അയ്യോ, എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? ഇത് തന്നെ മനീഷ് നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ കെട്ടഴിച്ചു വിടെന്ന് പറഞ്ഞാൽ അവൻ തന്നെ സ്വയം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അങ്ങനെ ഒരുപാട് ശ്രമിച്ചപ്പോൾ അവൻ കസേരയോടുകൂടി താഴേക്ക് വീഴുകയാണ്. അവൻ്റെ തലയടിച്ചിട്ടുണ്ടായിരുന്നു വീണിട്ട്. ആ സമയത്താണ് പിന്നിലായിട്ട് ഒരു നിഴല് വന്ന് നിൽക്കുന്നത് മനീഷ് കാണുന്നത്. അവൻ മെല്ലെ തല തിരിച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും അവൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം പിന്നിലുണ്ടായിരുന്നത് മഹേഷാണ്. മഹേഷ്, നീയാണോ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ തന്നെയാണടാ, ഞാൻ തന്നെ. എന്നിട്ട് മഹേഷ് അവനെ പിടിച്ചിരുത്തിക്കുകയാണ്. അപ്പോൾ മനീഷ് ചോദിക്കുന്നുണ്ട്, ഏയ് മഹേഷ്, നീ എന്തിനാ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? മഹേഷ് പൊട്ടിച്ചിരിക്കുകയാണ്. നിനക്കും എനിക്കും തമ്മിൽ എന്താ പ്രശ്നം? നമുക്ക് തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? പറ, എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? മഹേഷ് അവന് മുന്നിൽ മുട്ടുകുത്തി ഇരുന്നിട്ട് ചോദിക്കുകയാണ്. ശരി, മേഘയുടെ ഗർഭത്തിന് ആരാണ് കാരണക്കാരൻ? നീ പറ. അപ്പം മനീഷ് തിരിച്ചു ചോദിക്കുകയാണ്, അതെന്തിനാ നീ ചോദിക്കുന്നത്? ഇങ്ങോട്ട് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. നീ മേഘയുടെ ഗർഭത്തിന് ആരാണ് കാരണം? ഞാനാണ് കാരണം. അത് കേട്ടപ്പോൾ മഹേഷ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ അവനോട് പറയുന്നുണ്ട്, അതുകൊണ്ടാണടാ ഞാൻ നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. എന്തൊക്കെയാടാ നീ പറയുന്നത്? മേഘ ഗർഭിണിയായതിനും എന്നെ നീ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടതിനും എന്താ തമ്മിൽ ബന്ധമുള്ളത്? ബന്ധമുണ്ടടാ. മേഘയുടെ ഗർഭത്തിന് നീയാണ് കാരണമെന്ന് പുറത്തു പോയിട്ട് നീ ഒരാളോട് പോലും പറയാൻ പാടില്ല. അതുകൊണ്ടാണടാ ഞാൻ നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. നീ എന്തൊക്കെയാണ് ഈ ഭ്രാന്ത് പറയുന്നത്? മനീഷിനൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് സിദ്ധു സാർ എത്രത്തോളം അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോയി അത് പുറം ലോകം അറിഞ്ഞാൽ മാത്രമേ സിദ്ധു സാറിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കുള്ളൂ. ഞാൻ പോയി ഇപ്പം ഈ കാര്യം മേഘയെ അറിയിച്ചില്ലെങ്കിൽ സിദ്ധു സാറിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കില്ല. അത് മുടക്കും മേഘ. ദയവ് ചെയ്ത് എന്നെ ഇവിടെ ഒന്ന് ഇറക്കി വിട് പ്ലീസ്. ഇല്ലടാ, നിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടാൻ സാധിക്കില്ല. എടാ, എന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിട്ടാൽ നിനക്കെന്താ പ്രശ്നം? നിന്നെ ഇവിടുന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിക്കുമെടാ. മനീഷിനൊന്നും മനസ്സിലാവുന്നില്ല. എടാ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്ത് എന്നെ നീ ഇവിടെ നിന്നൊന്ന് ഇറക്കി വിട്. അയ്യോ, നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് മഹേഷ് അവന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മേഘയുടെ ഗർഭത്തിന് കാരണം നീയാണെന്ന് പറഞ്ഞെന്ന് വെക്കുക. അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നെയും മേഘയും ഒരുമിപ്പിക്കും. ചന്ദ്രികയെ സിദ്ധാർത്ഥിൻ്റെ കൂടെയും എല്ലാവരും ഒരുമിപ്പിക്കും. അത് നല്ല കാര്യമല്ലടാ. എന്തുകൊണ്ടത് നടക്കാൻ പാടില്ല നീ പറയുന്നത്? ശരിയാണ്, നല്ല കാര്യം തന്നെയാണ്. നീയും മേഘയും ഒന്നു ചേരുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ ചന്ദ്രികയും സിദ്ധാർത്ഥും ഒന്നു ചേരാൻ പാടില്ല. അതിലെന്താടാ ഉള്ളത്? അയ്യോ, നീ എന്താന്ന് ചോദിക്കുന്നത്? ചന്ദ്രിക എൻ്റെ ഭാര്യയാണ്, നിനക്കതറിയാമോ? എൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ കല്യാണം കഴിച്ചു പോകുമ്പോൾ അത് നോക്കി മണ്ടനെ പോലെ നിൽക്കാനാണോ നീ എന്നോട് പറയുന്നത്? ഞാൻ ചന്ദ്രികയുടെ കൂടെ ജീവിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടടാ. ചെറിയ ചെറിയ തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വെച്ച് എന്നെ ഒഴിവാക്കി അവൾ സിദ്ധുവിനെ കല്യാണം ചെയ്യണമെന്നാണോ? അതിന് ഞാൻ അവളെ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡാ, സിദ്ധാർത്ഥ് സാറിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്നത് വലിയ തെറ്റാണിടാ. മനീഷ് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ആണോ? കുഴപ്പമില്ല, ഞാൻ ദ്രോഹിയായിട്ട് കൂടെ നിന്നോളാം. നിനക്കൊരു കാര്യം അറിയോ? ചന്ദ്രികയെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നാട്ടിലൊരു കുഗ്രാമത്തിൽ ഒരു ഓലക്കുടലിൽ ജീവിച്ച് വളർന്നു വന്നവളാണവൾ. അതുകൊണ്ടാണ് ഞാൻ അവളെ ഒഴിവാക്കി മറ്റൊരു പെണ്ണിനൊപ്പം പോവാൻ തയ്യാറായത്. എന്നാൽ ഇന്ന് നോക്കുവാണെങ്കിൽ ചന്ദ്രിക കോടിക്കണക്കിന് സ്വത്തിന് അധിപയാണ്. ഞാൻ അവളുടെ കൂടെ വീണ്ടും ഒന്നു ചേരുകയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ കാലം മുഴുവൻ ഞാൻ അവളുടെ സ്വത്തിൻ്റെ ഉടമയായി ഒരു ജോലിയും ചെയ്യാതെ എനിക്ക് കാലുമേ കാലും കയറ്റി വെച്ച് സമാധാനത്തോടെ ജീവിക്കാമെടാ. മഹേഷ് പറഞ്ഞത് കേട്ട് മനീഷ് ശരിക്കും അന്താളിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണോ ചിന്തകളെന്ന് വിചാരിച്ചിട്ട്. അവൻ ശരിക്കും ഷോക്കായിട്ട് മഹേഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് ചന്ദ്രികയെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ എൻ്റെ റൂട്ട് ക്ലിയർ ആവും. ചന്ദ്രികയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അവളുടെ കൂടെ വീണ്ടും ഒന്നു ചേരും.
അതിനുശേഷം ഞാൻ രാജാവിനെ പോലെ സുഖമായിട്ട് ജീവിക്കും. മഹേഷ് ശരിക്കും ഒരു സ്വപ്ന ലോകത്തായിരുന്നു. അപ്പോൾ മനീഷ് അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ചന്ദ്രികയോട് ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് അവൾ നിന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ നടക്കില്ല മഹേഷ്. നീ ഓൾറെഡി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീ തിരുത്തി നന്നായെന്നാണ് സിദ്ധു സാർ നിന്നെ വിശ്വസിക്കുന്നത്. ദയവ് ചെയ്ത് ആ വിശ്വാസത്തെ നീ തകർക്കരുത്. ആദ്യം നീ എൻ്റെ കയറിൻ്റെ കെട്ടൊന്നഴിക്ക്. ഞാൻ പോയി സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നല്ല രീതിയിൽ നടത്തിക്കാം പ്ലീസ്. അയ്യോ, ഇത്രയും നേരം ഞാൻ നിന്നോടല്ലേ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചന്ദ്രികയുടെ കൂടെ വീണ്ടും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. നീയാണെങ്കിൽ പോയി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് സിദ്ധുവിനെയും ചന്ദ്രികയും ഒരുമിപ്പിക്കാൻ നിൽക്കുകയാണോ? അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ സിദ്ധാർത്ഥിനെ ആവില്ല വെട്ടുന്നത്, നിന്നെ ആയിരിക്കും ഞാൻ വെട്ടിക്കൊല്ലുന്നത്. മഹേഷിനുള്ളിലുള്ള പിശാചിനെ ശരിക്കും മനീഷ് മനസ്സിലാക്കുമായിരുന്നു. മേഘയുടെ ഗർഭത്തിന് നീയാണ് കാരണക്കാരനെന്ന് ഇപ്പോൾ എനിക്കും നിനക്കും മാത്രമേ അറിയാവൂ. മറ്റാർക്കും ആ ഒരു കാര്യം അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മിണ്ടാതെ നിന്നു കഴിഞ്ഞാൽ മേഘ തന്നെ സിദ്ധാർത്ഥിനെയും ചന്ദ്രികയും തമ്മിൽ വേർപിരിച്ചോളും. അതിനുശേഷം ഞാൻ എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ മനസ്സ് മാറ്റി അവളുടെ കൂടെ ഒന്നിച്ച് ജീവിച്ചോളും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വരെ വായി പൂട്ടി മിണ്ടാതെ നിൽക്കാൻ നോക്ക്. ഞാൻ പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കുവാണെങ്കിൽ നിനക്ക് എല്ലാ നേരവും കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ട് എത്തിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് മനീഷിനെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ് മഹേഷ്. ഇല്ലാന്ന് വെച്ചോ, നിന്നെ പട്ടിണിക്കിട്ട് ഞാനിവിടെ കൊല ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തല പിടിച്ച് ഒരു മതിലിനോട് ഇടിക്കുകയാണ്. ഏയ് മഹേഷ്, ഞാൻ വീണ്ടും പറയാണ്, എന്നെ വിട്ടേക്കിടാ. ഏയ് മിണ്ടാതെ നിൽക്കടാ. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. മഹേഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ജോലികളുണ്ട്, ഇപ്പം ഞാൻ പോവാണ്, വൈകിട്ട് കാണാം ട്ടോ എന്നും പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോവാണ്. മനീഷ് പിന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, മഹേഷ് എന്നെ അഴിച്ചു വിട് പ്ലീസ്, നീ ഇപ്പോൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, എന്നെ അഴിച്ചു വിട് എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സിദ്ധുവിനെയും ചന്ദ്രികയും വേർപിരിക്കാൻ ശ്രമിക്കാതെ പ്ലീസ്, ഇതൊക്കെ വലിയ തെറ്റാണ്, വലിയ പാപാണ്, പ്ലീസ് നീ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മഹേഷ്, കയറഴിച്ചിട്ടിട്ട് പോ പ്ലീസ്. ലക്ഷ്മി പൂജാമുറിയിലുണ്ടായിരുന്ന സമയത്ത് അവരുടെ ഫോൺ റിങ് ചെയ്യാണ്. ആരതി ഫോൺ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് കൂട്ടുകാരിയാണ്, UK കൂട്ടുകാരിയാണെന്ന് പറയുന്ന സമയത്ത് അവർ വേഗം ഫോൺ വാങ്ങിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് സിദ്ധുവിൻ്റെ ചന്ദ്രികയുടെ കല്യാണത്തിന് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കല്യാണത്തിന് വരണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. അവർ പറയുന്നത് കേട്ടപ്പോൾ ലക്ഷ്മി ആകെ വല്ലാതാവുകയാണ്. കല്യാണത്തിന് വരണോ എന്ന് ആലോചിക്കണമെന്ന് നിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെന്നോ? കല്യാണത്തിന് ഒരാഴ്ച മുന്നേ വരാമെന്ന് നിൻ്റെ ഹസ്ബൻഡ് തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആലോചിക്കണമെന്നാണ് പറയുന്നത്. അതെന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണ് പറയുന്നത് ആലോചിക്കണമെന്ന്. എന്താ പ്രശ്നമെന്ന് പറയൂ, എന്നാലല്ലേ എനിക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ലക്ഷ്മി വീണ്ടും ചോദിക്കുകയാണ്. അത് പിന്നെ അവർ മടിച്ചു പറയാണ്, മേഘ സിദ്ധുവിന് മേൽ റേപ്പ് കേസ് കൊടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കല്യാണത്തിന് പോണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സിദ്ധു തെറ്റൊന്നും ചെയ്തിട്ടില്ല പ്രിയ, മേഘ പറയുന്നതൊക്കെ കള്ളമാണ്. സിദ്ധു തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അത് തെളിയിക്കണമല്ലോ, അപ്പോഴാണല്ലോ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ മേഘ പറയുന്നത് കള്ളമാണെന്ന്. അപ്പോൾ നിങ്ങളാരും കല്യാണത്തിന് വരില്ല എന്നാണ് പറയുന്നത് അല്ലേ? സോറി ലക്ഷ്മി, എൻ്റെ ഹസ്ബൻഡ് പോവണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ മറുത്ത് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി കോള് കട്ട് ചെയ്യാണ്. എന്താ അമ്മായി അവർ പറഞ്ഞത്? ആരതി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹേന്ദ്രനും അങ്ങോട്ടേക്ക് വരികയാണ്. ലക്ഷ്മിയുടെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ്, ആരോടാണ് ലക്ഷ്മി ഫോണിൽ സംസാരിച്ചത്? ഒന്നുമില്ല ഏട്ടാ, UK നിന്ന് പ്രിയ വിളിച്ചതാണ്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയാനാണ് വിളിച്ചത്. എന്താ പറ്റിയത്? സിദ്ധുവിന് മേൽ മേഘ റേപ്പ് കേസ് കൊടുത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ കല്യാണത്തിന് പങ്കെടുക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ മഹേന്ദ്രനും ആരതിക്കും ആകെ സങ്കടമാവുകയാണ്. ഇവർക്കൊക്കെ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം ചെയ്യേണ്ട ചന്ദ്രികയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. മഹേന്ദ്രൻ പറയാണ്, ഇവരെല്ലാവരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ട് വരുന്ന വഴിയായിരുന്നു. ആ സമയത്ത് രണ്ടുപേര് വഴിയിൽ വെച്ച് കണ്ടു. അവരെന്നോട് ചോദിക്കുന്നത് സിദ്ധുവിൻ്റെ മേൽ റേപ്പ് കേസ് ഉണ്ടായപ്പോൾ എന്തിനെങ്ങനെ ധൃതി പിടിച്ച് കല്യാണം നടത്തുന്നത് എന്നാണ്. എല്ലാ പ്രശ്നവും തീർന്നതിന് ശേഷം സിദ്ധുവും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം നടത്തൂ, അതല്ലേ ശരിയെന്നാണ് അവർ ചോദിക്കുന്നത്. അവരുമായിട്ട് വഴക്ക് കൂടിയിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ സ്വന്തക്കാരും കല്യാണത്തിന് വരില്ലെങ്കിൽ പിന്നെ കല്യാണ മണ്ഡപത്തിൽ ആരും ഉണ്ടാവില്ലല്ലോ ഏട്ടാ, ലക്ഷ്മി സങ്കടത്തോടെ ചോദിക്കുകയാണ്. അതൊക്കെ കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അതേ ലക്ഷ്മി, സ്വന്തക്കാരും ഫ്രണ്ട്സും അങ്ങനെ ആരും വന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കല്യാണത്തിനുണ്ടാവുക?
മേഘ കൃത്യസമയം നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യുക എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, അങ്ങനെ ആരും വരില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കല്യാണം കുറച്ച് നീട്ടി വെച്ചൂടെ ഏട്ടാ? അത് കേട്ടതും ജാനകി ആരതിയും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, നീ പറയുന്നതും ശരി തന്നെയാണ്. അതുകൂടെ കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ് ജാനകിക്കും ആരതിക്കും. ആരുമില്ലാതെ കല്യാണം നടത്തുന്നതും നാണക്കേട് തന്നെയാണ്. നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ നിൽക്കാതെ കല്യാണം കുറച്ച് നീട്ടി വെച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷം നാട് മുഴുവൻ വിളിച്ച് കുറച്ചുകൂടി ഘോഷമായിട്ട് നടത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാനകി വിഷമത്തോടെ നിന്നപ്പോൾ മഹേന്ദ്രൻ അവരോട് പറയുന്നുണ്ട്, സിദ്ധുവും ചന്ദ്രികയും ആകെ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പം എന്തിനാ ജാനകി ധൃതി പിടിച്ച് നമ്മൾ കല്യാണം നടത്തുന്നത്? ഏട്ടാ, ഞാൻ പറയുന്നത് തെറ്റായിട്ട് കാണല്ലേ ഏട്ടാ? മേഘ പറയുന്നത് കേട്ടിട്ട് ദയവ് ചെയ്ത് നിങ്ങളാരും കല്യാണം നീട്ടിവെക്കല്ലേ ഏട്ടാ? കല്യാണം നിശ്ചയിച്ച ദിവസം തന്നെ നമ്മൾ നടത്തണം ഏട്ടാ. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖഭാവം കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും ഒന്നിച്ചു നിന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? എന്താ മഹേന്ദ്ര നിങ്ങൾ ചോദിച്ചിട്ടൊന്നും പറയാത്തത്? അച്ഛാ, ഒന്നുമില്ല. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് ഒരുപാട് പേർക്ക് കല്യാണക്കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ കുറച്ച് ആളുകൾ വിളിച്ചിട്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ധുവിനെതിരെ മേഘ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയല്ലേ, ആ പ്രശ്നം തീർന്നതിന് ശേഷം കല്യാണം നടത്തിയാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ മുത്തശ്ശനും ആകെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. സ്വന്തക്കാരും ഫ്രണ്ട്സും നമ്മുടെ കുടുംബക്കാരും ആരും വരാതെ എങ്ങനെയാണ് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തുക? അത് മോശമല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നാലെ സിദ്ധുവും ചന്ദ്രികയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇങ്ങോട്ട് നോക്കൂ, കല്യാണക്കത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കളുടെ കല്യാണത്തിന് വരണോ വരണ്ടയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നമ്മൾ വിചാരിച്ച ദിവസം തന്നെ നടക്കണം. ആര് വന്നാലും വന്നില്ലേലും അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയുമില്ല. പക്ഷേ വിചാരിച്ച ദിവസം തന്നെ ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം നടന്നിരിക്കണം. അദ്ദേഹം വാശി പിടിച്ചു പറയുകയാണ്. അത് കേട്ടപ്പോഴാണ് ജാനകിക്ക് സമാധാനമായത്. പക്ഷേ മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മുഖത്ത് അത്ര തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛാ, കല്യാണത്തിന് ഇങ്ങനെ പോയാൽ ആരും വരുന്നു തോന്നുന്നില്ല. മഹേന്ദ്രൻ വീണ്ടും വിഷമത്തോടെ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ അയാൾക്ക് ഉത്തരം കൊടുക്കാതെ ചന്ദ്രികയോടാണ് ചോദിക്കുന്നത്, ചന്ദ്രിക, സിദ്ധുവിനെതിരെ മേഘ റേപ്പ് കേസ് കൊടുത്തത് കാരണം കല്യാണം നടത്താൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ സമയത്ത് സിദ്ധുവിനെ കല്യാണം ചെയ്യാൻ വേണ്ടി? അയ്യോ, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ. സിദ്ധു സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ വിവാഹം ചെയ്യുന്നതിൽ എനിക്കൊരു മടിയുമില്ല. അപ്പോൾ മുത്തശ്ശൻ സിദ്ധുവിനോടാണ് ചോദിക്കുന്നത്, സിദ്ധു, നിനക്ക് ഈ സമയത്ത് ചന്ദ്രികയെ കല്യാണം കഴിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മുത്തശ്ശ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, സിദ്ധുവും പറയാണ്. അപ്പോഴാണ് ജാനകിയുടെ ആരതിയുടെ മനസ്സൊന്ന് നിറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ മഹേന്ദ്ര പ്രശ്നം? പെണ്ണും ചെക്കനും കല്യാണത്തിന് തയ്യാറാണെങ്കിൽ പിന്നെ മറ്റെന്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നമ്മൾ ടെൻഷനാവുന്നത്? അദ്ദേഹം വീണ്ടും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഈ കല്യാണം നിർത്തിവെക്കാൻ പാടില്ല. ഈ കല്യാണം നമ്മൾ വിചാരിച്ച ദിവസം തന്നെ നടന്നിരിക്കണം. അതെൻ്റെ വാശിയാണ്. ഇത് മറികടന്നിട്ട് ആരും ഒന്നും ചിന്തിക്കേണ്ട. ആദ്യം എല്ലാവരും കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളും ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ നോക്ക്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെയാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത്. അച്ഛനോട് ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് മഹേന്ദ്രന് മനസ്സിലാവുകയാണ്. പക്ഷെ അയാൾ ആകെ ധർമ്മസങ്കടത്തിലുമായിരുന്നു. കാരണം കല്യാണം വിളിച്ചവരൊക്കെ കല്യാണം വരില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. എല്ലാവരും വിഷമത്തോടെ തന്നെയാണ് നിൽക്കുന്നത്, സിദ്ധുവും ചന്ദ്രികയും ഉൾപ്പെടെ. മേഘ അവളുടെ വീട്ടിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രികയെ കണ്ടപ്പോൾ തന്നെ മുഖം വീർപ്പിച്ച മാതിരിയാണ് മേഘ നിൽക്കുന്നത്. ചന്ദ്രിക അടുത്തെത്തിയപ്പോൾ അവൾ മേഘയോട് പറയുന്നുണ്ട്, മേഘ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. പക്ഷേ മേഘ അതിനുള്ള ആദ്യ മറുപടിയായിട്ട് കൊടുത്തത് അവൾ എടുത്ത തുണി ചന്ദ്രികയുടെ മുഖത്ത് കുടഞ്ഞുകൊണ്ടാണ്. അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ചന്ദ്രികയുടെ മുഖത്ത് തെറിക്കുന്നുണ്ടായിരുന്നു. ആ തുണി വിരിക്കാനിട്ടുകൊണ്ട് മേഘ പറയാണ്, പറ, നിനക്ക് സംഭവിച്ച ഈ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിൽ നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് സിദ്ധു സാറല്ല കാരണമെന്ന് അദ്ദേഹം ആണയിട്ട് പറയുകയാണ്. ഒരു പെണ്ണിനെ ചതിച്ചിട്ട് വഴിവിട്ട് സഞ്ചരിക്കുന്ന ഒരാളല്ല സിദ്ധു സാറ്. അത് എനിക്കും നന്നായിട്ടറിയാം, നിനക്കും നന്നായിട്ടറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് നീ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു കുറ്റം പറയുമ്പോൾ അത് നല്ലതല്ല മേഘ. നീ പോലും അറിയാതെ ആരോ നിന്നെ ചതിച്ചിട്ട് ഇങ്ങനൊരു അവസ്ഥയിൽ നിന്നെ എത്തിച്ചതാണ്. അത് കേട്ട് മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ ചന്ദ്രികയെ നോക്കി നിൽക്കുകയാണ്. അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, മേഘയോട് ചന്ദ്രിക പറയുന്നുണ്ട്. അതിന് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ആഹാ, കൊള്ളാലോ, എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം എന്ന് വന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാരക്ടറെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലാണല്ലോ നീ സംസാരിച്ച് വെക്കുന്നത്. എൻ്റെ ഗർഭത്തിന് ആരാണ് കാരണമെന്ന് എനിക്കറിയില്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഗർഭത്തിന് കാരണം സിദ്ധു തന്നെയാണ്. അയ്യോ, സത്യമായിട്ടും സിദ്ധു സാർ അല്ല മേഘ,
നീ ഏതോ ഒരു ബോധമില്ലാത്ത സമയത്ത് നോക്കിയാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹമല്ല നിന്നെ ഇങ്ങനെ ചെയ്തത്. ഏതാ സത്യം ഏതാ കള്ളമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ മിണ്ടാതെ ഇവിടുന്ന് പോവാൻ നോക്ക്. മേഘയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പ്ലീസ് മേഘ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. സത്യമായിട്ടും ഞാൻ നിനക്ക് സഹായം ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആണോ? അത്രയ്ക്ക് ഉറപ്പാണോ? എങ്കിൽ നീ എനിക്ക് ഒരൊറ്റൊരു സഹായം മാത്രം ചെയ്താൽ മതി. പറ, എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത്? ചന്ദ്രിക വീണ്ടും ചോദിക്കുകയാണ്. സിദ്ധുവിനെ നീ വിവാഹം ചെയ്യാതിരുന്നാ മാത്രം മതി. അതാണ് നീ എനിക്ക് ചെയ്തു തരേണ്ട വലിയൊരു സഹായം. മേഘ പല്ല് കടിച്ചുകൊണ്ട് ചന്ദ്രികയോട് പറയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രിക ആകെ ഞെട്ടിയിട്ട് വിഷമത്തോട് നിൽക്കുകയാണ്. അവളോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ മേഘ അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രിക വല്ലാത്ത സങ്കടത്തോടു കൂടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.